ഹേ ഗൈസ്, എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നായിരുന്നു ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിന്. അത് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇന്ന് നമുക്ക് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ഫ്രീലാൻസിങ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ 9 to 5 ജോബ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ സിമ്പിളായിട്ടാട്ടോ പറയണം. അപ്പോൾ 9 to 5 ജോബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പനി നമുക്ക് വർക്ക് തരുന്നു, ക്ലയൻറ്റ് കമ്പനിക്ക് വർക്ക് കൊടുക്കുന്നു, കമ്പനി നമുക്ക് വർക്ക് തരുന്നു, എന്നിട്ട് പിന്നെ കമ്പനി നമുക്ക് ക്ലയൻറ്റ് തരുന്ന പേയ്മെൻറ്റിൽ നിന്ന് കുറച്ച് നമുക്ക് തരുന്നു. അങ്ങനെയാണ് നടക്കാറ് പതിവ്. പക്ഷേ ഫ്രീലാൻസിങ്ങിൻ്റെ കേസിൽ വരുമ്പം നമ്മളും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുക. കാരണം ക്ലയൻറ്റ് നമുക്ക് നേരിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വർക്ക് തരുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വർക്ക് തരുന്നു, എന്നിട്ട് ആ ഫുൾ പേയ്മെൻറ്റ് നമുക്ക് തരുന്നു. സോ അവിടെ കമ്പനി എല്ലാം നമ്മളാണ്, ഓൾ ഇൻ ഓൾ നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. ഫ്രീലാൻസിങ്ങിൻ്റെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവാം, ഇത് അത്രയ്ക്ക് എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഫ്രീലാൻസിങ് അത്യാവശ്യം എഫേർട്ട് ഇട്ട് അത്യാവശ്യം നമ്മൾ ഈ പ്രീ വർക്ക് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രീലാൻസിങ്ങിലൊന്ന് പച്ച പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത്ര ഈസി പ്രോസസ്സാണെന്ന് ഞാൻ പറയുന്നില്ല. ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, ബട്ട് സംടൈംസ് നമുക്ക് നല്ല ക്ലയൻറ്റ്സ് ഒന്നും കിട്ടാതെ നമുക്ക് മെല്ലെ തട്ടിമുട്ടി പോവാം. ബട്ട് നമുക്ക് നല്ല ക്ലയൻറ്റും നമ്മൾ ഗ്രോത്തൊക്കെ ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം റിസ്ക് എടുക്കേണ്ട പരിപാടി തന്നെയാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമ്പനെയിൽ ഡിസൈനിങ്. അപ്പോൾ അതിലൊരു ഫുൾ ടൈം ജോബ് ഡിസൈനറെ ചൂസ് ചെയ്യുന്നതിനേക്കാളും അവരൊരു ഫ്രീലാൻസറായിരിക്കും അപ്രോച്ച് ചെയ്യുക. സോ തമ്പനെയിൽ ഡിസൈനിങ് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഫ്രീലാൻസിങ്ങിന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് സ്കില്ല് വേണ്ടേന്ന്. സ്കില്ല് വേണം, തമ്പനെയിൽ ഡിസൈനിന് സ്കില്ല് വേണം. ബട്ട് ഈ സ്കില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇവർ ഉദ്ദേശിക്കുന്ന സ്കില്ല് ടെക്നിക്കൽ സ്കില്ലാണ്. അതായത് എഡിറ്റിങ്, ഡിസൈനിങ്, അങ്ങനത്തെ ഒരു ടെക്നിക്കൽ പരമായിട്ട് നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന സ്കില്ലാണ് ഇവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ബട്ട് സ്കില്ല് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സ്കില്ലല്ലാണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മസ്റ്റാണ് ഫ്രീലാൻസിങ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് ഞാൻ പറയില്ല. അത്യാവശ്യം ക്ലയൻറ്റിന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം, ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം, എന്നാൽ മാത്രമേ ആ ക്ലയൻറ്റ് പിന്നെ നമുക്ക് വർക്ക് തരുള്ളൂ. അങ്ങനത്തെ ബേസിക് സ്കില്ല് വേണം. അല്ലാണ്ട് ചില ഫ്രീലാൻസിങ് ജോബിന് നിങ്ങൾക്ക് വലിയ സ്കില്ല് വേണം എന്നൊന്നുമില്ല, ടെക്നിക്കൽ സ്കില്ല് വേണം എന്നൊന്നുമില്ല. എന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രീലാൻസിങ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണു. ക്ലയൻറ്റ് നമുക്ക് നേരിട്ട് വർക്ക് തരുന്നു, ക്ലയൻറ്റ് തന്നെ നമുക്ക് പേയ്മെൻറ്റ് തരുന്നു. സോ ഫുള്ളി പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. കമ്പനി വർക്ക് ആണെങ്കിൽ ക്ലയൻറ്റ് കമ്പനിക്ക് വർക്ക് കൊടുക്കുന്നു, കമ്പനി നമുക്ക് വർക്ക് തരുന്നു, ക്ലയൻറ്റ് കൊടുക്കുന്ന പൈസ പകുതി നമുക്ക് കിട്ടുന്നു. പകുതി എന്നല്ല, എത്ര വെച്ചാൽ നമുക്ക് കിട്ടുന്നു, അല്ലാതെ ഫുള്ളി നമുക്ക് കിട്ടില്ല. പക്ഷേ ഫ്രീലാൻസിങ്ങിൽ ഫുള്ളി നമുക്ക് പേയ്മെൻറ്റ് അവർ തരും. അതാണ് ഇതിൻ്റെ ഒരു സംഭവം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഫ്രീലാൻസിങ്ങിലെ മിത്ത് വേഴ്സസ് റിയാലിറ്റി എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് സ്കില്ലിനെ കുറിച്ചിട്ട്. വിത്തൗട്ട് സ്കില്ലിൽ നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് കുറച്ച് സ്കില്ല്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോങ് ടേം ഒരു പോസിബിളാണ് ഫ്രീലാൻസിങ്. തീരെ സ്കില്ലില്ലാണ്ട്, അതായത് ഒരു തരത്തിലും ഒരു സ്കില്ലും ഇല്ലാതെ നമ്മൾ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. ഞാൻ സ്കില്ലില്ലാതെ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാനുള്ള സ്കില്ല്. വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ, എന്നിട്ട് നല്ല സംസാരിക്കാൻ, നല്ല ഫ്ലുവൻറ്റിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാം. ട്രാൻസ്ലേഷൻ സ്കില്ല്, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജിൽ അല്ല നിങ്ങൾ പക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീലാൻസിങ് വർക്കായിട്ട് അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ പ്രസൻറ്ററായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെങ്കിലും വേണം. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രീലാൻസിങ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് സ്കിൽ എന്ന് പറയില്ല, ബേസിക് ആയിട്ടുള്ള സ്കില്ലുണ്ടെങ്കിൽ ലോങ് ടേം സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഫ്രീലാൻസിങ്. പിന്നെ ആൾക്കാർ ചിന്തിക്കുന്ന, അതായത് മിത്താണ്, നമുക്ക് ഒരു മന്ത് കൊണ്ട് ഇത്രയും കുറേ ഏർണിങ്സ് ഉണ്ടാക്കാം. മേ ബി പോസിബിൾ ആയിരിക്കാം, നല്ല സ്കില്ലുള്ളവർക്ക് പോസിബിൾ ആയിരിക്കും. പക്ഷേ ബിഗിനിങ്ങിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഞാനിപ്പോൾ ഒരു കുറച്ച് ഡിസൈനിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർ അതെങ്ങനെ പെട്ടെന്ന് അങ്ങനെ കിട്ടുമോ, ഓർഡർ ഒന്നും വരുന്നില്ലല്ലോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം ഫസ്റ്റിന് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ ഓർഡർ വരിക അങ്ങനെയൊന്നും പോസിബിൾ അല്ല. നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗവും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലാക്സും ഇതൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ.
പക്ഷെ ബിഗിനേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ എല്ലാം പ്രോപ്പർ വേ ഒക്കെ ഇപ്പം ഞാനൊരു ടീഷർട്ട് ഡിസൈനിൻ്റെ ചെയ്തായിരുന്നു. അപ്പം അതിൽ സെല്ലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറച്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് തന്നെ സെല്ലാവില്ല എന്ന് ചോദിച്ചാൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഡിസൈന് നല്ല പക്കാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങുള്ളൂ. ഒരിക്കലും നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് നമ്മൾ എടുക്കൂലല്ലോ. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡിസൈനുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മൾ എടുക്കൂലല്ലോ. അപ്പം നമ്മൾ ക്ലയൻറ്റിനെ ഇതാക്കണം, പിന്നെ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ അതിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് സ്വന്തം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ബിഗിനിങ്ങിൽ ഫ്രീലാൻസിങ് ആയിക്കോട്ടെ, ഏത് ജോബ് ആയിക്കോട്ടെ, അത്ര ഈസി അല്ല. നമ്മൾ അത്യാവശ്യം പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഈസി ആയിട്ടൊന്നും കിട്ടൂല. അപ്പോൾ ഒരിക്കലും ഈസിയാണ് എല്ലതും എന്ന് വിചാരിക്കരുത്. മോസ്റ്റ് ഫ്രീലാൻസേഴ്സും സ്ലോലിയാണ് ഗ്രോ ചെയ്ത് വരിക. അതാണ് ഫ്രീലാൻസിങ് പൊതുവേ പറയും, ഫ്രീലാൻസിങ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ഫ്രീലാൻസിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഫ്രീലാൻസിങ്ങിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ സ്ലോലി ഗ്രോ ചെയ്യുള്ളൂ. പെട്ടെന്നൊന്നും നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുന്ന ആളൊന്നും ആവത്തില്ല. അപ്പോൾ നമുക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് നല്ല സ്കിൽ ഉണ്ടാവില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മിത്താണ് ലാപ്ടോപ്പ് ഇല്ലാതെ ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തംബ്നെയിൽ ഡിസൈനിങ് നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ലാപ്ടോപ്പ് മാത്രം വേണം എന്ന് വിചാരിച്ച് നിൽക്കരുത്. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്, വീഡിയോ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. ഐഫോൺ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണെന്ന് അറിയാം, ബട്ട് ഐഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് അവർ അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ആപ്സ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു ആപ്സ് പരിചയപ്പെടുത്തുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനായിക്കോട്ടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. VN, CapCut, InShot, അങ്ങനത്തെ കുറച്ച് ആപ്സ് ഉണ്ട്. അതുപോലെ തംബ്നെയിൽ ഡിസൈനിങ്ങിനായിക്കോട്ടെ ക്യാൻവ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ എല്ലാ രീതിക്കും നമുക്ക് ഫോണിലൂടെ ചെയ്യാൻ പറ്റുന്ന ഫ്രീലാൻസിങ് വർക്ക്സും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തീരെ പോസിബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. സബ് ടൈറ്റിൽ വരെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഫ്രീലാൻസിങ് ആയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോണിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഈ ലാപ്ടോപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കോണ്ടന്റ് റൈറ്റിംഗ്, ഇൻസ്റ്റഗ്രാം, അതായത് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ AI വർക്ക്സ്, ഇതൊക്കെ നമുക്ക് മൊബൈലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഒരിക്കലും ലാപ്ടോപ്പ് തന്നെ വേണം എന്ന് ഇതാക്കിക്കരുത്. നമ്മൾ ഏതൊരു സ്കില്ല് ട്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ആ സ്കില്ല് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതിന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓക്കെ പൈസ ഉണ്ടാക്കണം, ഒരു ഫ്രീലാൻസിങ് ജോബ്, ഓക്കെ വീഡിയോ എഡിറ്റിങ് ചെയ്യാം, എന്നിട്ട് അത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, നമുക്ക് നമ്മൾ വല്ല ലാപ്ടോപ്പൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കി വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളവിടെ വേസ്റ്റ് ഓഫ് മണിയാണ്. സോ അതാണ് ഞാൻ പറയണത്. ആദ്യം നിങ്ങളൊരു സ്കില്ല് ചൂസ് ചെയ്തിട്ട് അത് ഫോണിൽ നിങ്ങൾ കയ്യിൽ എന്ത് എക്യുപ്മെൻ്റ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അത് ചൂസ് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഇൻട്രസ്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്, മേ ബി അതും പോസിബിളാണ്, ബട്ട് അത് കുറച്ച് കഷ്ടപ്പാടാണ്. ചില ആൾക്കാർക്ക് തീരെ ചിലപ്പം അത് പറ്റേണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങളൊരു ഫ്രീലാൻസിങ് ചെയ്യുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ, ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണിത്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. പൊതുവേ ബിഗിനേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഞാനും ആ മിസ്റ്റേക്ക് ചെയ്ത ആൾ തന്നെയാണ്. നമ്മളൊരു ഫ്രീലാൻസിങ് വർക്ക് ചൂസ് ചെയ്യും, ഫ്രീലാൻസിങ് എന്നല്ല, ഒരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചൂസ് ചെയ്യും. അത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കും, ഡിസൈനിങ് പഠിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രീലാൻസിങ് വർക്ക്സ് ചെയ്യാൻ പറ്റുന്ന എല്ലാതും പഠിക്കും. പക്ഷേ എല്ലാതും നമ്മൾ ഫുള്ളി പഠിക്കില്ല. അതല്ല പ്രശ്നം. എല്ലാത്തിൻ്റെ അവിടെയും വരും. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ ഡിസൈനിങ് കുറച്ചറിയാം, അതേപോലെ വീഡിയോ എഡിറ്റിംഗ് കുറച്ചറിയാം. എല്ലാത്തിലും ഞാൻ നല്ല രീതിക്ക് ചെയ്യൂല, ബട്ട് ഒക്കെ ഒരു ബേസിക് മാത്രം അറിയാം. അതാണുള്ള പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒറ്റ ഒരു സ്കില്ല് ചൂസ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ എന്തായാലും ഫ്രീലാൻസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരേക്കാൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് ചൂസ് ചെയ്തിട്ട് അത്
കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്ന് നമ്മൾ പക്ക പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ പക്ക നല്ല ക്ലയൻസിന് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ബിഗിനേഴ്സ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലമാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം ഞാൻ തന്നെ പഠിച്ചു വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നാമത് നമ്മൾക്ക് മടുക്കുക എന്നുള്ളൊരു സാധനം വരുന്നതുകൊണ്ടാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്യും. ഈ മന്ത് ഇത്ര വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഈ മന്ത് ഇത്ര സ്കില്ലിൻ്റെ ഇത്ര കാര്യങ്ങൾ എനിക്ക് പഠിക്കണം, അതിൽ ഈ ഓരോ ദിവസം ഇത്ര പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുക്കാ ഭാഗ്യമെങ്കിലും ഞാൻ ചെയ്യും. ബട്ട് നമ്മളൊരു അല്ലാതെ ഓക്കെ നാളെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് മാത്രം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ അത് ആ ഒരു വിചാരണ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അത് ചെയ്യില്ല. അപ്പോൾ കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നാണ് പറയുന്നത്. ഇത് എന്ത് കാര്യമായിക്കോട്ടെ. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് മന്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 വീഡിയോ എങ്കിലും നേരത്തെ എടുത്തു വെച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ഗ്രോ ചെയ്യുക എന്നുള്ളത് കുറച്ച് പാടാണ്. എൻ്റെ ഒരു വിഷയത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ചെണ്ണം എടുത്ത് വെക്കായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യും, ഓക്കെ ഇത്രയും വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ. പക്ഷെ ഒരിക്കലും അത് നടക്കുകയില്ല. അതാണുള്ളൊരു പ്രോബ്ലം. ബട്ട് ഞാൻ ഇപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അല്ല ഇടാൻ, അതാണുള്ളൊരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ അത് പിന്നെ സെറ്റ് ചെയ്ത് വീഡിയോ ഇനി എന്തിടും കോണ്ടന്റ് കണ്ടെത്തി പിന്നെ അതിന് സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേനും അവിടെ നമ്മുടെ കൺസിസ്റ്റൻസി പോവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ റീച്ചും കുറയും, അങ്ങനത്തെ ഒരു നമ്മുടെ ചാനലിൻ്റെ റീച്ച് തന്നെ കുറയും. അതാണുള്ള പ്രോബ്ലം. അപ്പം ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ നമുക്ക് കൺസിസ്റ്റൻസി നിർബന്ധമാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു സ്കില്ല് ലേൺ ചെയ്യാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കില്ല് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ സ്കില്ല് പഠിക്കുക എന്നുള്ളത്, നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഒരു സ്കില്ല് ടെക്നിക്കൽ സ്കില്ല് എടുക്കുകയാണെങ്കിൽ തന്നെ അത് പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കോഴ്സിനൊക്കെ പോയി അങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ടാവാം. ഒക്കെയാണ് സംടൈംസ്. ഇപ്പം എൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ കോഴ്സിനൊക്കെ പോയി അങ്ങനെ പഠിച്ചിട്ടില്ല. ബട്ട് എനിക്ക് ഡിഗ്രിക്ക് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു ബേസിക് മാത്രം. അപ്പം ബേസിക്കാണ് നമുക്ക് എവിടെ പോയാലും കിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മേ ബി നന്നായിട്ട് ഒരാൾ അണ്ടറിൽ പഠിച്ചാൽ മാത്രമേ എനിക്കിത് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ചൂസ് ചെയ്യാം. അതൊന്നും ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് പറയില്ല, അല്ലെങ്കിലും തെറ്റൊന്നുമല്ല. പക്ഷേ എൻ്റെ കേസിൽ വരികയാണെങ്കിൽ എനിക്ക് കോഴ്സിനൊക്കെ പോയിട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് എന്തായാലും ലാപ്ടോപ്പ് ഉണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പഠിക്കാമല്ലോ. അപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബ് എന്നാണ്. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ബേസിക് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമുക്ക് ഫോട്ടോഷോപ്പ് പിന്നെ 3D ഈ കാര്യങ്ങളാണ് പഠിപ്പിച്ചിരുന്നത് കോളേജിൽ നിന്ന് ബേസിക്സ്. ഇതിൽ ഇല്ലുസ്ട്രേറ്റർ പക്ക എന്നല്ല, ഇല്ലുസ്ട്രേറ്റർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലുസ്ട്രേറ്റർ എനിക്ക് പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഇല്ലുസ്ട്രേറ്റർ ഞാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയിട്ടാണ്. അപ്പോൾ 30 days ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് ഇല്ലുസ്ട്രേഷൻ്റെ. ഇല്ലുസ്ട്രേറ്ററിങ് ആയിട്ട് ഏത് ഫീൽഡ് ആയിക്കോട്ടെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കുറേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ പറഞ്ഞല്ലോ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് പഠിക്കാം. അതിന് ഫ്രീ ഒന്നും നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ടൈം മാത്രം കൊടുത്താൽ മതി. പിന്നെയുള്ളൊരു സംഭവമാണ് കോപ്പിങ് അതേഴ്സ്. അത് ഒരിക്കലും നമ്മളെ സ്കില്ല് ഇമ്പ്രൂവ് ആക്കൂല. പിന്നെ ചില ഫ്രീലാൻസിങ് വർക്ക്സിൽ അത് പ്രോബ്ലം ആയിരിക്കും. ബട്ട് നമ്മൾ ബിഗിനർ ആകുമ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്യുന്നത്, അതായത് നമുക്ക് ആൾക്കാരെ വർക്ക് നോക്കിയിട്ട് അതിന്ന് റെഫർ ചെയ്യാം. ഐഡിയ ഓക്കെ കൊള്ളാം, അപ്പം നിങ്ങളെ രീതിക്ക് അത് മാറ്റാം. അല്ലാതെ നമ്മൾ അതന്നെ പക്ക കോപ്പി അടിക്കുക എന്നുള്ളത് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല. പിന്നെ പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ക്ലയൻറ്റിന് കിട്ടുന്നില്ല, എനിക്ക് ഓർഡർ വരുന്നില്ല, എനിക്ക് അത് ചെയ്യാൻ എനിക്ക് ഞാൻ ഇതൊന്നും ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ നിർത്തി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കാം. അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും കഴിയൂല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ പറ്റുന്നില്ല വെച്ചിട്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. നമുക്ക് എന്താണോ വേണ്ടിയത് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും നമ്മൾ. ബട്ട് നമ്മൾ ഇത് നടക്കില്ല എന്ന് വെച്ചിട്ട് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്തായാലും കിട്ടാൻ പോണില്ല. അപ്പം നിങ്ങൾ ക്ഷമ അത് നിർബന്ധമാണ്. എനിക്കൊന്നും അത് തീരെയില്ല എന്നിട്ട് വരെ ഞാൻ
മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കും. ചില സമയത്ത് ഇപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഞാൻ എന്താണ് ഫ്രീലാൻസിങ് ചെയ്തിട്ടുള്ളത്, എപ്പോഴാണ് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ബട്ട് ഞാൻ ഇതിന് മുന്നേ ഫ്രീലാൻസിങ്, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, വീഡിയോ എഡിറ്റിങ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇതിൽ തന്നെ എനിക്ക് എൻ്റെ ക്ഷമൻ്റെ നെല്ലിപ്പലൊക്കെ പോകുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ക്ഷമിച്ചേ മതിയാവുള്ളൂ. ഞാൻ ചില ടൈമൊക്കെ ഫുൾ വീഡിയോ ഞാൻ എടുക്കും. ഫുൾ വീഡിയോ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ക്യാമറ, ഞാൻ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുക. എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറയിലാണ് വീഡിയോ എടുക്കുക. അപ്പം ഞാനെന്താ പറയുന്നത്, ഫോണ് ഓണാണോ എന്ന് പോലും ഞാൻ അറിയില്ല. ചില സമയത്ത് ഞാൻ കണ്ണട വെച്ച് വീഡിയോ ചെയ്തേ, ഞാൻ ഫുള്ള് ചെയ്തേ. എന്നിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി കറക്റ്റ് ഈ റിംഗ് ലൈറ്റിൻ്റെ സംഭവം വന്ന്. അപ്പം പിന്നെ അതിലൊരു ഐ കോണ്ടാക്റ്റിങ് സംഭവം ഭയങ്കര മിസ്സായപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫുൾ ഒഴിവാക്കി. അന്ന് ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് വീഡിയോ ചെയ്യാനൊരു പറ്റുന്നില്ല, മറ്റൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു. അന്ന് എൻ്റെ ക്ഷമൻ്റെ നെല്ലിപ്പലൊക്കെ പോയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അതാണ് റിസ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരിക്കലും അത് ഇട്ടെറിഞ്ഞ് പോവരുത്. പിന്നെയുള്ള ഒരു മിസ്റ്റേക്കാണ്, ഇതൊരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, സ്കാമാണ്. അതായത് നമ്മൾ പെട്ടു പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ചില നമ്മൾ ഫ്രീലാൻസിങ് ജോബ്സ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഈ ഡാറ്റ എൻട്രി ഒക്കെ നമുക്ക് കിട്ടലുണ്ട്. ഇപ്പോൾ ഫൈവർ എന്നൊക്കെ കിട്ടലുണ്ട്. അപ്പം ഞാൻ ഫൈവർ, അപ്വർക്ക് ഇതറിയാത്തവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫൈവർ, അപ്വർക്കൊക്കെ മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതൊരു നമുക്ക് ഈ ഫൈവറിലാണെങ്കിൽ നമ്മളൊരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. ഗിഗ് എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ പോലെ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ വർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏത് ഫീൽഡാണ് നമ്മളതിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് അത് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സംഭവമുണ്ട്. അതേപോലെ അപ്വർക്ക് ആണെങ്കിൽ നമുക്ക് കുറേ വർക്ക്സ് അവർ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അവരെ അപ്രോച്ച് ചെയ്യുക, അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക, മറ്റേത് നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. ഇങ്ങനത്തെ 2 വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിലൊന്നും ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു ഡിഗ്രി ടൈമിലൊക്കെ എത്തിയപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടൈമിൽ കുറച്ച് ചെറുതാണല്ലോ. അപ്പം എനിക്ക് ഇതിലേറെ മടിയായിരുന്നു ആ സമയത്ത്. എനിക്ക് ഇതിലേറെ ക്ഷമയും കുറവായിരുന്നു. കൺസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യാന്നുള്ള സംഭവം എനിക്ക് ഇല്ല തന്നെയായിരുന്നു. നമുക്കൊക്കെ മറ്റേ ഇതെന്താ തെങ്ങ ശരിയാവണമില്ല, നമ്മൾ മറ്റേ പെട്ടെന്ന് പൈസ ഇട്ടെന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് പോകുന്നതാണ്. ബട്ട് പിന്നെയാണല്ലോ റിയാലിറ്റി നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഞാൻ ഈ ഫൈവറും അപ്വർക്കൊക്കെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. അതിൽ ഫൈവർ ആയിരുന്നു ഞാൻ ട്രൈ ചെയ്ത് കുറേ കാത്തിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് വർക്ക് വന്നു. പക്ഷെ അതിലൊക്കെ ചില വർക്ക്സ് സ്കാം ആയിരിക്കും. അങ്ങനെ എനിക്ക് ഇവർ പറയും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് തരാമെന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടില്ല, നമ്മൾ മണ്ടന്മാരാവും. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്കൊരു ക്ലയൻറ്റ് വർക്ക് തരുമ്പോൾ അത് നമ്മൾ ശരിക്കുള്ളതാണോ, അവർ നമ്മളെ പറ്റിക്കല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ അത് ക്ലയൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി ഇങ്ങനത്തെ അബദ്ധങ്ങളിലൊക്കെ വീണ് കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ രീതി, അപ്രോച്ച് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ ഇത് റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ കേസിലായിക്കോട്ടെ, ഞാൻ ആ ഫസ്റ്റ് സമയത്ത് ഞാൻ ഫൈവറിൽ എനിക്ക് വർക്കൊക്കെ വന്ന് അവർ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് കഴിയുമ്പം അവർ പറയും ഇത്ര ഇത് തരാം, എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് തരാമെന്ന്. അപ്പോൾ പ്രോപ്പർലി അങ്ങനെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നമുക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഒരു വട്ടം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അന്ന് എനിക്ക് വലിയ സങ്കടം ഉണ്ടായ വെച്ചാൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു. മറ്റേതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. ഇതൊന്നും പറയാനും ഉള്ള ഒരു ബോധം സംഭവം നമുക്കില്ല. നമ്മൾ ആ ബിഗിനർ ഒരു സ്റ്റേജിലാണ്, ആരും പറഞ്ഞു തരാനില്ല. അന്നൊന്നും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതൊന്നും ചെയ്യുക അങ്ങനത്തെ സംഭവമല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓക്കെ അത് വിട്ടു. പക്ഷെ പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഞാൻ അറിയാത്ത ആൾക്കാർ ഓൺലൈനായിട്ട് എനിക്ക് വർക്ക് തരാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊരു വാട്ടർമാർക്ക് ഫ്രണ്ടിൽ തന്നെ വലുതാക്കി കൊടുക്കും. എന്നിട്ട് ഞാൻ അയച്ചു കൊടുക്കും.
അവർ ഒരു ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാൻ കൊടുക്കും. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് കഴിയുമ്പം അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം പേയ്മെൻറ്റ് തന്നിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് അഡ്വാൻസ് എങ്കിലും തന്നിട്ട് ഞാൻ എന്താ പറയുക ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് അയച്ചു കൊടുക്കുള്ളൂ. അതും ഈ വാട്ടർമാർക്കൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഞാൻ അയച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ സ്കാം കാര്യങ്ങളുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് അങ്ങനെ നമ്മൾ അതിൽ പെട്ടു പോകാം സ്കാം. പിന്നെ വേറൊരു സ്കാം ആയിരുന്നു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇത്. ഞാൻ കുറേ സെർച്ച് ചെയ്ത് ജോബ് സെർച്ച് ചെയ്ത് അത് ജോബിൻ്റെ കേസിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഫ്രീലാൻസിങ് എന്ന് പറയണമെങ്കിൽ പറയാം. അപ്പം അവർ ഇങ്ങനെ ഫ്രീലാൻസിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ആ സമയത്ത് ഫ്രീലാൻസിങ് ആണ് വേണ്ടിയിരുന്നത്. സോ അവർ എന്നെ കോൺടാക്ട് ചെയ്തു, ഞാൻ അപ്ലൈ ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട്. ഭയങ്കര ഓക്കെ ഞാൻ വിചാരിച്ചു ഇപ്പം കിട്ടി, സാധനം കിട്ടി എന്നുള്ളൊരു രീതിയിലേക്ക് നിൽക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി. അങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്ര പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോബിന് ചേരാവുന്നതാണ്. അത് വലിയ ഹ്യൂജ് പേയ്മെൻ്റ് ഒന്നുമല്ല, എന്നാലും അത് പേ ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മളില്ല. എന്തിനാണ് അങ്ങോട്ട് പേ ചെയ്തിട്ട് നമ്മൾ ജോബിന് കയറേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഓക്കെ 5 പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജോബ് ഫ്രീലാൻസിങ് ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവർ ഇങ്ങോട്ട് ക്യാഷ് വയ്ക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ തരുമായിരുന്നു, ബട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജോബിന് അപ്ലൈ ചെയ്തതെന്ന്. അങ്ങനെ വന്നപ്പം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. പിന്നെ അവർ നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കും. ഓക്കെ നോ പ്രോബ്ലം, നിങ്ങളുടെ ആദ്യ സാലറിയിൽ നിന്നും ഞാൻ എടുത്തോളാം, അങ്ങനത്തെ രീതിയിലൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഈ പരിപാടിക്ക് നിൽക്കണമല്ലോ, പിന്നെ നമ്മളുടെ ആവശ്യമില്ല, വെറുതെ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കാൻ പോയില്ല. ആ ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ല് പഠിച്ചാൽ അത് കിട്ടും. സോ ഇങ്ങനത്തെ സ്കാമിലൊന്നും വീകാണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗിനേഴ്സ് മേ ബി ഇങ്ങനത്തെ സ്കാമിൽ വീണേക്കാം, ബട്ട് പൈസ കൊടുത്തിട്ട് വീയരുത്. മേ ബി നിങ്ങളൊരു വർക്ക് ചെയ്തിട്ട് അതും നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്ന പരിപാടി തന്നെ, എന്നിട്ട് നമുക്ക് അവർ തന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര വിഷമം തന്നെയാണ്. പക്ഷെ അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്, നമുക്ക് മനസ്സിലാവും ഇവരെന്നെ പറ്റിച്ചതല്ലേ അങ്ങനത്തെ സാധനം. മറ്റേ നമുക്ക് പറ്റിക്കാണോ എങ്ങനെയാണെന്നുള്ള സംഭവം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പറ്റിപ്പിൽ നമ്മൾ പെട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാവും. ബിഗിനേഴ്സിന് ബെസ്റ്റ് ഫ്രീലാൻസിങ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത് സ്കില്ല് ചൂസ് ചെയ്യും എന്നുള്ളതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ അറിയില്ല എന്നാൽ ലേൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, അതായത് ഇത് ആൾക്കാർക്ക് ആവശ്യമുള്ള സംഭവമാണോ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് മാത്രം അത് പഠിക്കാൻ നോക്കുക. അല്ലാതെ ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്കില്ല് ചൂസ് ചെയ്യണതിൻ്റെ മുന്നേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ടോ, ആൾക്കാർക്ക് അത് എന്താ പറയുക ആവശ്യമുണ്ടോ, ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ. വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കാം, വീഡിയോ എഡിറ്റിംഗ് എന്തായാലും അത്യാവശ്യം നല്ല ആവശ്യക്കാരുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ എന്ന് കരുതി നല്ല കോമ്പറ്റീഷനും ഉണ്ട്, കുറേ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന ഫീൽഡാണ്. നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് നല്ല ഹൈ ലെവലിൽ സെറ്റ് ആവാൻ പറ്റുള്ളൂ. മറ്റത് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാനും വീഡിയോ എഡിറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളൊരു സ്കില്ല് ചൂസ് ചെയ്തു, വീഡിയോ എഡിറ്റിംഗ് ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം, നിങ്ങളെ കയ്യിൽ എന്താണ് എക്യുപ്മെൻ്റ് ഉള്ളത്. ഓക്കെ, ഫോണാണുള്ളത്. ഓക്കെ, ഈ ഫോൺ വെച്ചിട്ട് എനിക്ക് ഏത് ആപ്പ് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് തുടങ്ങാം എന്നുള്ളത് നോക്കുക. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ പഠിക്കുക തന്നെ വേണം, അല്ലാണ്ടൊരു വഴിയില്ല. കാരണം ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ ഈ ഒരു ഫീൽഡ് പഠിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് കുറച്ചെങ്കിലും അറിയാം. പക്ഷേ യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ എഡിറ്റിംഗ് പഠിച്ചവരായിരിക്കില്ല. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് പഠിച്ച, അതായത് അവർക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്നുള്ളതായിരിക്കും മോസ്റ്റ്ലി ഇഷ്ടമുള്ള കാര്യം. പക്ഷെ വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. ബട്ട് അത് ചെയ്യാതെ ഒരിക്കലും അവർക്ക് ബിഗിനറായിട്ട് തുടരാൻ പറ്റില്ല. കുറേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ വീഡിയോസ് വേറെ ആൾക്കാർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ എഡിറ്റിംഗ് അത്യാവശ്യം ആവശ്യക്കാരുള്ള ഏരിയയാണ്. കാരണം യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എന്തിനും ഇപ്പം എല്ലാ കാര്യത്തിനും വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സോഷ്യൽ മീഡിയയിലും കൂടെ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും എഡിറ്റേഴ്സിനും മാർക്കറ്റിങ്ങിൽ നല്ല വാല്യൂ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കോഴ്സ് കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് മാത്രം മതി. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച്
റഫായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതെങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുക, എന്നിട്ട് അത് പഠിക്കുക. അതാണ് ബിഗിനേഴ്സ് ആദ്യം ചെയ്യേണ്ടത്. ഒരു സ്കില്ല് ചൂസ് ചെയ്തിട്ട്, ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പക്കായിട്ട് പഠിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയിട്ട് തന്നെ പഠിക്കാം. ഞാൻ എൻ്റെ പ്രീമിയർ പ്രോ ഒക്കെ, നമുക്ക് പ്രീമിയർ പ്രോ കോളേജിൽ നിന്ന് ബേസിക്സ് മാത്രം, കട്ട് ചെയ്യുക, അത് യോജിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ പഠിക്കാണ്ടായിരുന്നു. അല്ലാതെ അതിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും കുറേയൊന്നും, ടെക്സ്റ്റ് കുറേ ആഡ് ചെയ്യുക, ഇതൊന്നും നമുക്ക് കുറേ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ മോസ്റ്റ്ലി പ്രീമിയർ പ്രോ പഠിച്ചത് തന്നെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. പിന്നെ എന്നാലും എനിക്ക് അതിൻ്റെ ഫുള്ളി അറിയില്ല. അപ്പോൾ എല്ലാതും നമുക്ക് ഫുൾ അറിയാന്നുള്ളതല്ല, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ അവർ നമ്മൾ ക്ലയൻറ്റ് പറയും ഇങ്ങനത്തെ രീതിയിൽ എനിക്കിത് വേണം എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിൽ ചിലപ്പോൾ ആ ടൈമിൽ അറിയണമെന്നുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ആ ടൈമിൽ നോക്കി ഇതിങ്ങനെ ചെയ്യാം, ഓക്കെ എന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എല്ലാത്തിൻ്റെയും എല്ലാ ഭാഗവും അറിഞ്ഞിരിക്കണം എന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സ്കില്ല് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ലെവൽ പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ് ഒരു സ്കില്ല് പറയുകയാണെങ്കിൽ തംബ്നെയിൽ ഡിസൈനിങ് ആണ്. അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബേഴ്സിനായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്കായിട്ടെ, അവർക്കൊക്കെ തംബ്നെയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനും ആവശ്യക്കാരുണ്ട്. അപ്പോൾ തംബ്നെയിൽ നമുക്ക് ക്യാൻവയിൽ ചെയ്യാം, ഫോണിലാണെങ്കിൽ നമുക്ക് ക്യാൻവയിൽ ചെയ്യാം. നല്ല ഐ ക്യാച്ചിങ് ആയിട്ട് നല്ല രീതിക്ക് നിങ്ങൾക്ക് തംബ്നെയിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തംബ്നെയിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ് തംബ്നെയിൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിലോ ഇല്ലസ്ട്രേറ്ററിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തംബ്നെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. തംബ്നെയിൽ ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് തംബ്നെയിൽ. അത് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ സ്കില്ലാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ട് തന്നെ അത് കുറേ കാലം പോസിബിൾ അല്ല. ഇപ്പോൾ തംബ്നെയിൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ക്യാൻവ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, കാര്യമുണ്ടോ എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഇല്ലസ്ട്രേറ്റർക്കോ ഫോട്ടോഷോപ്പൊക്കെ മാറിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ക്യാൻവ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻവ അല്ലാതെ തന്നെ ഫോട്ടോഷോപ്പോ ഇല്ലസ്ട്രേറ്ററോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങും ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാം. ഞാൻ ചെയ്ത മെയിൻ സാധനമായിരുന്നു വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും ഫ്രീലാൻസിങ്. അതിൽ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ, കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയണതാണ്. ഇതിൽ ഞാൻ പെട്ടുപോയത്, എനിക്ക് ക്ലയൻറ്റിനോട് സംസാരിച്ചിട്ട് ശരിയാക്കാൻ പറ്റാതെ പോയത്, എനിക്ക് മിസ്സായ ക്ലയൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. നെക്സ്റ്റ് സ്കില്ല് കോണ്ടന്റ് റൈറ്റിംഗ്. കോണ്ടന്റ് റൈറ്റിങ്ങിന് നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലൊന്നും ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നിക്കൽ സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ കോണ്ടന്റ് റൈറ്റിംഗ് നിങ്ങൾക്ക് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി വേണം. അതായത് കോണ്ടന്റ് റൈറ്റിങ്ങിന് അത്യാവശ്യം നല്ല റീഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കോണ്ടന്റ് റൈറ്റിംഗ്. ഇപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗ് അത്യാവശ്യം ആവശ്യക്കാരുള്ള ഏരിയ ആണ്. ഇതിപ്പോൾ എ സ്ക്രിപ്റ്റിംഗ് ആയിക്കോട്ടെ, ഇപ്പോൾ എ ഫിലിം സ്ക്രിപ്റ്റിംഗ് ഉണ്ടല്ലോ, അതിന് കോണ്ടന്റ് റൈറ്റേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതിന് ബ്ലോഗ്, ഇതിലൊക്കെ. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് സ്കിൽ അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് റൈറ്റിംഗ് നല്ല രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം എഴുതിയാൽ പോരെ എന്നുള്ളത്. പക്ഷെ എൻ്റെ ഫ്രണ്ട് കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് അത്ര ഈസി പ്രോസസ്സൊന്നുമല്ല. നമ്മുടെ തലയിൽ നിന്നും ഉദിക്കണം. നമ്മൾ കുറച്ച് അത്യാവശ്യം റെഫറൻസ് ഒക്കെ നോക്കണം, അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോണ്ടന്റ് റൈറ്റിങ്ങിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിന് ടെക്നിക്കൽ സ്കില്ലിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പെന്നും പേപ്പറും അത്യാവശ്യം ക്രിയേറ്റീവ് സ്കില്ലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയ മാനേജിങ് ആണ് നെക്സ്റ്റ് ഒരു സ്കില്ല് പറയുകയാണെങ്കിൽ. ഞാൻ എനിക്ക് കുറച്ച് സ്കിൽസ് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ സ്കിൽസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇതിൽ കുറച്ച് സ്കിൽസ് മാത്രമേ പറയണുള്ളൂ. സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നവരുണ്ടല്ലോ, മാനേജ്മെൻറ്റ് തന്നെയല്ലേ ആണ്. സോ നമുക്ക് ഒരു കമ്പനീൻ്റെ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് ഇപ്പം ആൾക്കാരെ നിയമിക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ബിസിനസ്. കാരണം അതിലൂടെയാണ് എല്ലാ മാർക്കറ്റിങ്ങും മെയിൻലി നടക്കുന്നത്. ഇപ്പം ഡിജിറ്റലി ഉള്ള മാർക്കറ്റിംഗ് ഒക്കെ. അപ്പം സോഷ്യൽ മീഡിയ അല്ലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിന് ക്യാപ്ഷൻസ് ഇടാനും അതിന് ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനും ഏതൊക്കെ
ഏതൊക്കെ കോണ്ടന്റ് ആണ് ഈ ടൈമിന് പോവേണ്ടത്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ മാനേജിങ്ങിലുള്ളത്. സോ സോഷ്യൽ മീഡിയ മാനേജിങ് നിങ്ങൾക്ക് ഫ്രീലാൻസർ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ മാനേജിങ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസി എന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് AI. ഇപ്പോൾ അറിയാലോ, ഇപ്പം മെയിൻ AI ആണ്. അപ്പോൾ AI നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇമേജ് ജനറേഷൻ, AI ഫിലിം മേക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, AI റീൽ മേക്കിംഗ് ചെയ്യുന്നവരുണ്ട്, AI കൊണ്ട് കുറേ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രോപ്പർ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുക, ആ സ്കില്ല് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് AI ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷിലായിക്കോട്ടെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലായിക്കോട്ടെ, ഇനി മലയാളത്തിലും ഐ തിങ്ക്, അതായത് ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ്, അങ്ങനെയും ചെയ്യാമല്ലോ, ട്രാൻസ്ലേഷൻ അല്ലേ. അതേപോലെ അറബിക്കിൽ നിങ്ങൾക്ക് നല്ല സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ, അറബി മാത്രമല്ല വേറെ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ജോബാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്. കുറച്ചും കൂടിയും ഐ തിങ്ക് അറബിയൊക്കെ വരുമ്പം അത്യാവശ്യം ആവശ്യക്കാരുള്ള, നമുക്ക് കുറച്ചും കൂടിയും സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ് എനിക്ക് തോന്നുന്നത് അറബിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗണ്ടും നല്ല ലാംഗ്വേജ് സ്കില്ലും നല്ല ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വോയിസ് ഓവർ. സോ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ്സിനൊക്കെ വോയിസ് ഓവർ ആവശ്യക്കാരുണ്ട്. പിന്നെ അതേപോലെ ബുക്ക് നരേഷൻ ആയിക്കോട്ടെ. സോ വോയിസ് ഓവറും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അതിനും ഓപ്ഷൻ ഉണ്ട്. പിന്നുള്ളതാണ് വീഡിയോ പ്രസൻറ്റർ. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ചധികം ഫ്രീലാൻസിങ് വർക്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകും. അപ്പം വീഡിയോ പ്രസൻറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാംഗ്വേജ് സ്കിൽ, ഇനിയിപ്പോൾ അത് വേറെ ഏത് ലാംഗ്വേജിലായിക്കോട്ടെ, നാട്ടിൽ അതിനാവശ്യക്കാരുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാം, ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഇപ്പോൾ വീഡിയോ പ്രസൻറ്റേഴ്സിനെ കുറേ മാർക്കറ്റിംഗ് ആവശ്യത്തിനൊക്കെ നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രസൻറ്റിങ് കഴിവുണ്ടെങ്കിലും അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊന്നും പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വീഡിയോ പ്രസൻറ്റിങ്. ഇതിൽ ഹൈലി ഡിമാൻഡിങ് ഏത് ചൂസ് ചെയ്താലായിരിക്കും നല്ലത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ തംബ്നെയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നോക്കാം. അതുപോലെ വീഡിയോ എഡിറ്റിങ്, ഗ്രാഫിക് ഡിസൈനിങ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് നിങ്ങൾക്ക് ഫോണില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. AI സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇൻട്രസ്റ്റ് ഈസ് നിർബന്ധമാണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും ഇതിലേറുണ്ട്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എങ്ങനെ ലേൺ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലേ, യൂട്യൂബ് ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. എല്ലാ ഫീൽഡിലുള്ള കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. സോ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റർ മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 30 days ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓക്കെ ഇന്ന് ഇത്ര പ്രാക്ടീസ് ചെയ്യുക, ഒരു ദിവസം ഒരു 1 hour നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഫീസൊക്കെ കൊടുത്ത് പഠിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് സോഴ്സസ് കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ല. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം പഠിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഏത് സ്കില്ലായിക്കോട്ടെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക. ആദ്യം നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എന്നിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയൂല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നത്, സ്റ്റെപ്പ് 1 നിങ്ങൾ ഒരു സ്കില്ല് ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള. സ്റ്റെപ്പ് 2 നിങ്ങൾ ആ സ്കില്ല് എങ്ങനെ പഠിക്കും എന്നുള്ളത് സെർച്ച് ചെയ്യുക. യൂട്യൂബിലായിക്കോട്ടെ, യൂട്യൂബാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യം. സ്റ്റെപ്പ് 3 ഡെയിലി 1 hour അത് പഠിക്കാൻ നോക്കുക. സ്റ്റെപ്പ് 4 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് അതിൻ്റെ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ കുറച്ച് വർക്ക് ചെയ്തിടുക. സ്റ്റെപ്പ് 5 നിങ്ങൾ ചെയ്ത വർക്കിൽ ഏറ്റവും നല്ല വർക്ക്സൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട്
സ്റ്റെപ്പ് 6 പറയുകയാണെങ്കിൽ ഫ്രീലാൻസിങ് സെർച്ച് ചെയ്ത് നോക്കാം, ഫ്രീലാൻസിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പോർട്ട്ഫോളിയോ മസ്റ്റ് ആണ്. കാരണം ക്ലയൻറ്റ് ആദ്യം ചോദിക്കുക നിങ്ങളുടെ പ്രീവിയസ് വർക്ക് ഏതാണെന്നുള്ളതാണ്. കാരണം അത് നോക്കിയിട്ടാണ് അവർ നിങ്ങൾക്ക് വർക്ക് തരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് നിങ്ങളെ വർക്ക്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴിയും ക്ലയൻറ്റ് കിട്ടും. സോ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക ഫ്രീലാൻസിങ് ആയിട്ട് ഫൈവറിലോ അപ്വർക്കിലൊക്കെ. അപ്പം ഫ്രീലാൻസിങ് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വഴി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫൈവർ ആൻഡ് അപ്വർക്ക്. ഫൈവറിൽ ഞാൻ പറഞ്ഞല്ലോ ഗിഗ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മുടെ വർക്ക് അപ്ലോഡ് ചെയ്യണം. വർക്ക് അപ്ലോഡ് ചെയ്തിട്ട് ക്ലയൻറ്റ് നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്കതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനും കൺസിസ്റ്റൻസി എന്നൊരു സംഭവമുണ്ട്. പിന്നെ ഫൈവറിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫൈവറിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ അത് കണ്ടുനോക്കാം. അപ്വർക്കിൻ്റെ കേസിൽ അപ്വർക്ക് ഒന്നും കൂടി പ്രൊഫഷണൽ ആണ്. അവർ ജോബ് പോസ്റ്റ് ചെയ്യും, നമ്മൾ അവർക്ക് പ്രപ്പോസൽ അയച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം അവർക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ പോർട്ട്ഫോളിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് ആ വർക്ക് തരും. അതാണ് അപ്വർക്കിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓരോ വർക്കിനും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പം നമ്മുടെ ക്ലയൻറ്റിന് നമ്മുടെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നമ്മൾ ഏത് ഫീൽഡാണ് ഫോക്കസ് ചെയ്യണത്. ഇപ്പോൾ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസൈനിങ് രീതിയിൽ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൊത്തത്തിൽ സെറ്റാക്കണം. അതേപോലെ വേറെ ഏതെങ്കിലും ഫീൽഡാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നിങ്ങൾ ഏത് വർക്കാണ് ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റൈല് പിടിക്കണം. നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ CV ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ CV പണ്ടത്തെ CV നല്ല കോമഡി ആയിരുന്നു. ഞാൻ എല്ലാത്തിനും അത് മാത്രമേ കൊടുക്കലല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു എൻ്റെ CV അയച്ചു തരാൻ വേണ്ടിയിട്ട്, കാരണം ഒരു വർക്കിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാണോ നിൻ്റെ CV എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ പ്രശ്നം, ഇങ്ങനെയാണല്ലോ CV ഉണ്ടാക്കലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓരോ വർക്കിനും അതിൻ്റേതായ രീതിക്ക് നമ്മൾ CV ഉണ്ടാക്കണം എന്നുള്ളത്. അന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ ഡിസൈനിങ് വർക്കാണ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ CV കണ്ടാൽ ഞാൻ വേറെന്തോ വർക്ക് ചെയ്യാന്നുള്ളൊരു ഇത് തോന്നും. അപ്പോൾ അവൻ പറഞ്ഞു ആ CV കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നീ ഡിസൈനറാണ് എന്ന് കരുതി അത് കൊളാക്കി വെക്കാന്നല്ല, ഒരു നീറ്റ്ലി നല്ല രീതിക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പിന്നെ അത് മാറ്റി. അപ്പോൾ നമ്മൾ ഒരു വർക്കിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CV എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. CV, പോർട്ട്ഫോളിയോ എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു ഒന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനും കൂടി ആൻസർ പറയാം. ബെസ്റ്റ് സ്കിൽ ആൻഡ് ഹൗ ടു ഗെറ്റ് ക്ലയൻറ്റ് ഫാസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ചാൽ ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഫാസ്റ്റായിട്ട് ക്ലയൻറ്റിനെ കിട്ടണം എന്നില്ല. പക്ഷേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബെസ്റ്റ് സ്കിൽ ഏത് ചൂസ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്കിൽ ഏതാണോ, മാർക്കറ്റിൽ അതിന് ആവശ്യക്കാരുണ്ടോ നോക്കുക. എന്നിട്ട് മാത്രം ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇതൊരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഗ്രോത്ത് ആവില്ല. സ്ലോലി മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്ത് സ്കില്ലാണ് ഫ്രീലാൻസറായിട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്തിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പണിയും തരവില്ല. അതായത് എനിക്ക് കോളേജും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാനൊന്നും പോകാത്തൊരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ മൊത്തം ഞാൻ ഇതിനായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ജോബൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഓഫീസ് ജോബൊക്കെ ക്വിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഇത് തള്ളി നിൽക്കാൻ ഹെൽപ്പ് ചെയ്തിരുന്നത് എൻ്റെ ഫ്രീലാൻസിങ് വർക്ക്സ് തന്നെയായിരുന്നു. ഞാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ് വീഡിയോ എഡിറ്റിങ്ങിനെക്കാളും. അപ്പം ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ജോബ് കിട്ടണവരെ സർവൈവ് ചെയ്തിരുന്നത്. എനിക്ക് ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ ഹിമാചൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പം ഇവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് അഡ്മിഷനൊക്കെ ആവണേൻ്റെ കുറച്ച് ആയില്ല. അതിൻ്റെ ടൈമിലാണ് എനിക്ക് ജോബ് കിട്ടുന്നത്. ബട്ട് എനിക്ക് ആ ഒരു പ്രോസസ്സിന് അത്യാവശ്യം നമുക്ക് അറിയാം, CUT എഴുതിയിട്ട് കിട്ടിയ ഇതാണ്. അപ്പം നമ്മൾ ആ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിന് കൊടുക്കുന്ന ഫീസ് ഉണ്ടല്ലോ, നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഫ്രീലാൻസിങ് ചെയ്തിട്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് ജോബൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ്. അത് അറിയാലോ, അതിനെ നമ്മൾ ഫുൾ ടൈം ജോബായിട്ട് അങ്ങനെയല്ല, ഞാൻ സ്വന്തം
ചെയ്തതായിരുന്നു. ഞാൻ തന്നെ, എനിക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് അതൊക്കെ ഭയങ്കര ജേർണിയാണ്. ഞാൻ എൻ്റെ ഹൗ ഐ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് എങ്ങനെ ട്രൈ ചെയ്തു പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫീൻ്റെ ജേർണി മൊത്തം പറയുന്നുണ്ട്. അതിൻ്റെ സ്ട്രഗ്ലിങ് ആയിരിക്കാം മേ ബി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫ്രീലാൻസിങ് ജോബ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ആണ്. ബട്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ വരെ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ എൻ്റെ ഫ്രീലാൻസിങ് കരിയറിൽ ഞാൻ കൂടുതൽ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോഗ്രാഫി എന്നും ഗ്രാഫിക് ഡിസൈനിങ് എന്നാണ്. സോ അതാണ് എൻ്റെ ഫ്രീലാൻസിങ് വർക്ക്സ്. അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടുനോക്കാം. ഫ്രീലാൻസിങ്ങിൻ്റെ വീഡിയോ ചെയ്താൽ വളരെ ഉപകാരം. താങ്ക് യു. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. ആപ്സ് കൂടെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആപ്സ് എന്ന് എനിക്ക് തോന്നുന്നത് ഫ്രീലാൻസിങ് കിട്ടാൻ എവിടുന്ന് നമുക്ക് ഫ്രീലാൻസിങ് കിട്ടും, എവിടെ നമ്മൾ പോയിട്ട് അത് നോക്കണം എന്നുള്ളതായിരിക്കും മേ ബി ചോദിച്ചത്. നമുക്ക് അപ്വർക്ക് ചൂസ് ചെയ്യാം, അതേപോലെ ഫൈവർ ചൂസ് ചെയ്യാം. ഇത് രണ്ടിനും വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫൈവറിന് ഐ തിങ്ക് ആപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് മാത്രമല്ല, വേറെയും നമുക്ക് ഫ്രീലാൻസിങ് കിട്ടുന്ന ഓപ്ഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്കത് എനിക്ക് ഈ രണ്ട് സംഭവങ്ങളാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിലുണ്ട് വീഡിയോസ് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള, അപ്പം നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓൺലൈൻ എഡ്യൂക്കേറ്റർ ഫ്രീലാൻസിങ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് മേ ബി ഓൺലൈനായിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്ന ട്യൂഷൻ പോലത്തെ സംഭവമായിരിക്കും നിങ്ങൾ ചോദിച്ചത്. ഞാൻ ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ ഉണ്ട്. സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇൻ്റർവെൽ പോലത്തെ ഇതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറച്ച് സൈറ്റുകളുണ്ട്, ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന. അപ്പം അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വലിയ നോളജ് എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കാം. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുവഴി ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ടീച്ചിങ് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൻ്റെ അടിയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് ബേസിക് ഐഡിയ. എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചിട്ട് സംസാരിക്കാനുള്ളത്. ഞാൻ കുറച്ച് മുന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിന് കുറച്ച് മിസ്റ്റേക്സിൽ ഞാൻ പെട്ട കാര്യം. ആ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞാൽ മേ ബി ഇത് ഒന്നുകൂടി ലെങ്ത് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ചെറുതായിട്ട് പറയാം. ഞാൻ വർക്ക് ചെയ്ത് എനിക്കൊരു ഫ്രീലാൻസിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് അധികം ക്ലോസ് സർക്കിളിൽ നിന്നാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ വർക്ക് കിട്ടിയിരുന്നത്. ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും വയ്ക്കാനും. പക്ഷേ ആളായിട്ട് ഞാൻ മുന്നേ പരിചയമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഓൺലൈനായിട്ട് അവർ നമുക്ക് വർക്ക് തരും, അങ്ങനെയാണ്. പക്ഷെ വർക്ക് തരുന്നു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അവർ ചോദിക്കും എത്ര പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു പേയ്മെൻറ്റ് പറയും. അപ്പോൾ ഒരു ഓക്കെ വർക്ക് തരും. എന്നിട്ട് വർക്ക് തന്നു കഴിയുമ്പോൾ ആ വർക്ക് ആണെങ്കിൽ കുറേ ടൈം, മേ ബി ഞാൻ ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും. കാരണം ചിലപ്പം കുറേ ടെക്സ്റ്റും കാര്യങ്ങളും ഉള്ള വലിയ പോസ്റ്റർ എന്ന് പറയും. ബട്ട് ആ പോസ്റ്റർ ചിലപ്പോൾ ഒരു ബ്രോഷറിൻ്റെ അത്രയും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വലിയ ചെറിയ തുച്ഛമായ പൈസ പറയുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും പിന്നെ ഇത് ഇത്രയും ഉണ്ട്, അപ്പം ഇത്ര പൈസക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ പറഞ്ഞല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളവിടെ വീണ്ടും പൊട്ടന്മാരാവും. നമ്മുടെ ടൈം അത്രയും പോവും, അതിനുള്ള പൈസ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചോദിക്കും എങ്ങനത്തെ റിലേറ്റഡ് വർക്കാണെന്ന് ചോദിക്കും. എന്നിട്ട് അവർ വർക്ക് തരും. എന്നിട്ട് അതിലുള്ള എനിക്കൊരു ഫിക്സഡ് എൻ്റെ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഞാൻ ഈ വർക്കും കൂടി ചെയ്താൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പറയും. എന്നിട്ട് അവർ അത് തരും. അങ്ങനെയാണ്. അല്ലാത്ത അതിന് മുന്നത്തെ സമയത്ത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ വർക്കൊക്കെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഞാനിങ്ങനെ പറയും, കുറേ കറക്ഷനും പറയും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് ഇത്രയും ടൈം ചെയ്തുകൊണ്ട് ഇത്ര പേയ്മെൻറ്റ് പറ്റുക എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും നിങ്ങൾ അങ്ങനെ ചോദിച്ചതല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയും. അപ്പം പിന്നെ ഞാൻ അങ്ങനത്തെ ക്ലയൻറ്റിനെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവാക്കും. നമ്മൾക്ക് തോന്നും ഇത് നമുക്ക് ഇനി നമുക്ക് വേറെ ക്ലയൻ്റ് ഒന്നും കിട്ടൂല, എന്താ ചെയ്യുക, അതുകൊണ്ട് ഇവരെന്താ പറയണത്, അത് ചെയ്ത് കൊടുത്ത് കിട്ടുന്ന പൈസയും വെച്ച് കിട്ടുന്ന പൈസയും വെച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ.
ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നേ, ഞാൻ അങ്ങനെ കുറേ മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നേ പറയുള്ളൂ. ഒരിക്കലും നമ്മുടെ ക്രെഡിബിലിറ്റി വിട്ട് കളിക്കരുത്. ഫസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നും, ഓ ഇതല്ലാതെ നമുക്ക് വേറെ ക്ലയൻറ്റ്, നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ക്ലയൻ്റ് അല്ലേ, പക്ഷേ അവർ ചൂഷണം ചെയ്യുന്നതിലൊന്നും വീണ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ ബെറ്റർ ക്ലയൻറ്റിനെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് സക്സസ് ആണെന്ന് വിചാരിക്കരുത്. നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യൻസോടെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ഫ്രീലാൻസിങ്. അല്ലാതെ പെട്ടെന്ന് ഓക്കെ ഇന്ന് ഞാൻ ചെയ്തു, നാളെ എനിക്ക് ക്ലയൻറ്റ്, മറ്റന്നാൾ ഓർഡർ, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. മേ ബി ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഫ്യൂച്ചറിൽ ഒരു സക്സസ്ഫുൾ ഫ്രീലാൻസർ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇന്ന് ഞാൻ ഈ ഇത്രയും സ്കിൽ പഠിച്ചു, നാളെ എനിക്ക് കസ്റ്റമർ കിട്ടുന്നു, ഞാൻ പൈസ ഉണ്ടാക്കുന്നു, അങ്ങനൊന്നും ചിന്തിക്കരുത്. പെട്ടെന്നൊന്നും ഒരിക്കലും നടക്കില്ല. ചെറിയ സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പം സ്ട്രഗിൾ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ചെറിയ ക്ലയൻറ്റിൽ തന്നെ ഇങ്ങനെ നിന്ന് പോയാൽ ചിലപ്പോൾ അവിടെ തന്നെ നിന്ന് പോവുള്ളൂ. അപ്പം ക്ലയൻറ്റിന് നല്ല രീതിയിലുള്ള ക്ലയൻറ്റിനെ കിട്ടാൻ നോക്കുക, നല്ല വർക്ക് കിട്ടാൻ നോക്കുക, നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നോക്കുക. അപ്പം നമുക്ക് നല്ല വർക്ക്സ് ഒക്കെ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്കില്ല് ചൂസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.